ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടി കെ രജിത്ത്. കാലവർഷത്തിന് മുമ്പ് മഴക്കെടുതി രൂക്ഷം. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. മഴക്കെടുതിയിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. പലയിടങ്ങളിലും വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. വ്യാപകമായ മഴ പലയിടത്തും തുടരുകയാണ്. ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന തെങ്ങ് ദേഹത്തേക്ക് മറിഞ്ഞ് ആലപ്പുഴ കൊയ്പ്പള്ളിക്കാരാഴ്മ സ്വദേശി അരവിന്ദ് മരിച്ചു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ എബ്രഹാമിനും ജീവൻ നഷ്ടമായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ 14-കാരൻ സിനാൻ ചുഴിയിൽപ്പെട്ടു മരിച്ചു. കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡുകളിലെ വെള്ളക്കെട്ട് ഗതാഗതത്തിന് തടസ്സമായി. കൊല്ലം, മരുത്തടി, ശക്തികുളങ്ങര, മങ്ങാട് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ചിറയൻകീഴ് കോട്ടൺ ഹിൽ സ്കൂളുകളുടെ മതിലിടിഞ്ഞു. വെഞ്ഞാറമൂട്ടിലും കല്ലമ്പലത്തും വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. നഗരമേഖലയിലും ഉൾപ്രദേശങ്ങളിലും മഴ കനത്തു. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. കാട്ടാക്കടയിലും നെടുമങ്ങാടും മലവെള്ളപ്പാച്ചിലുണ്ടായി തോടുകൾ കരകവിഞ്ഞു. അരുവിക്കര ഡാം തുറന്നതോടെ കിള്ളിയാറും നിറഞ്ഞൊഴുകി. പാലോട് പെരിങ്ങമല ഭാസ്കരൻ കാണിയുടെ വീടിന് മിന്നലേറ്റ് നാശനഷ്ടമുണ്ടായി. ദേശീയപാതയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പത്തനംതിട്ട അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വീടുകളിലേക്ക് മഴവെള്ളം കയറി. നിരണം പഞ്ചായത്തിൽ 20ഓളം വീടുകൾ വെള്ളത്തിനടിയിലായി. ആലപ്പുഴ ചേർത്തലയിൽ ദേശീയപാതയിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ചാലിയത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളം ശക്തമായ കാറ്റിൽ കീഴ്മേൽ മറിഞ്ഞെങ്കിലും ആളപായമുണ്ടായില്ല. കാലവർഷപ്പെയ്ത്ത് തുടങ്ങിയത് കണക്കിലെടുത്ത് നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. മധ്യ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യ കേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ ഒരുപക്ഷെ സമീപ ചരിത്രത്തിൽ ഒന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോട്ടയം ജില്ലയിലും അതിശക്തമായ മഴയാണ് പെയ്തത്. വൈക്കം വേമ്പരാട്ട് കായലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചെമ്പ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത്. തലനാടും ഇടമറുകിലും ഉരുൾപൊട്ടി 7 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇന്നും ശക്തമായി പെയ്തു. മഴ പെയ്യുന്നതിനൊപ്പം കാറ്റും വീശിയതോടെ വലിയ നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. MC റോഡടക്കം പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറി. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയോടെയാണ് തലനാടും ഇടമറുകിലും ഉരുൾപൊട്ടിയത്. തലനാട് ചോനമലയിലും ഇടമുറുക് ചൊക്കല്ലുമാണ് ഉരുൾപൊട്ടിയത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുമുണ്ടായി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നതോടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ രാത്രികാല യാത്രകൾക്കും നിരോധനമുണ്ട്. പല ടൗണുകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലും മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായി. വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. 15 കുടുംബങ്ങളിൽ നിന്നായി 45 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൽപ്പം ശമനമുണ്ടായെങ്കിലും അടുത്ത മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 24 കോട്ടയം. പെരുമഴയിൽ മുങ്ങി കൊച്ചി. നഗരത്തിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും രൂക്ഷമായി. താഴ്ന്നയിടങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന വിമർശനം ശക്തമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യോഗങ്ങൾ ചേരുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. വെള്ളക്കെട്ടുണ്ടായ വിവിധയിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി.
കാലവർഷത്തിന് മുൻപേ എത്തിയ കനത്ത മഴയിൽ കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി. ഇടപ്പള്ളി, തൃക്കാക്കര, ഇൻഫോ പാർക്ക് മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. തൃക്കാക്കരയിൽ 20ഓളം വീടുകളിൽ വെള്ളം കയറി. ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി P&D കോളനി നിവാസികൾക്ക് മുണ്ടൻ വിലയിൽ നൽകിയ ഫ്ളാറ്റുകൾ മഴയിൽ ചോർന്നൊലിച്ചു. ഇതിനു മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ ഇവരായിട്ട് ടേക്കപ്പ് ചെയ്താണ്, KMR-ലായിട്ട് ടേക്കപ്പ് ചെയ്താണ്. അത് കലുങ്ക് നേരത്തെ തീർത്ത് അതിൻ്റെ അടിയിലുള്ള കോൺക്രീറ്റും കരിങ്കല്ലും കട്ടകളും എല്ലാം മാറ്റിക്കളയണമെന്നും അതിൻ്റെ അടിയിൽ കൂടി പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്, അത് മാറ്റി സ്ഥാപിക്കണമെന്നും എല്ലാം പറഞ്ഞിരുന്നതാണ്. ഒരു നടപടി ഉണ്ടായില്ല. കാനകൾ വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം അതിന്റെ കാര്യമല്ല. നമ്മുടെ കാനകൾ അതിന്റെ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. ആ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണം. കാനല അഴുക്കുകളൊക്കെ വാരിക്കളയുക, അതൊന്നും ചെയ്യുന്നില്ല. അത് വെള്ളക്കെട്ടിന് മെയിൻ കാര്യം. ജില്ലയിൽ 2 ഇടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. മഴക്കാലപൂർവ്വ ക്രമീകരണങ്ങൾക്ക് യോഗങ്ങൾ ചേരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ തടസ്സമായെന്നും സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി P. രാജീവ്. ക്യാമ്പ് 2 സ്ഥലത്ത് തുറന്നിട്ടുണ്ട്, കളമശ്ശേരി മെച്ചംടി സ്കൂളിലും. പക്ഷെ വലിയ തോതിൽ ആളില്ല, 2 പേരൊക്കെ വന്നിരുന്നത്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് അവർ തിരിച്ചു പോകുമെന്നാണ് കണക്കാക്കുന്നത്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട്. കണ്ടമാലി സൗദി പള്ളിക്ക് സമീപവും ഫോർട്ട് കൊച്ചിയിലും വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തൃക്കാക്കര കൈപ്പടമുകളിലും അമ്പലമുകൾ ഏറ്റിക്കരയിലും കാർ വെള്ളത്തിൽ വീണു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വീട്ടിലും ഡോക്ടർ M. ലീലാവതിയുടെ വീട്ടിലും വെള്ളം കയറി. ഡോക്ടർ M. ലീലാവതിയുടെ പുസ്തകശേഖരം വെള്ളത്തിൽ മുങ്ങി. ഫോർട്ട് കൊച്ചിയിലും തോപ്പുംപടിയിലും താഴ്ന്ന മേഖലകളിലും വെള്ളം കയറി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ മരം വീണു. കൊച്ചിയിൽ പെയ്ത കനത്ത മഴ ജനജീവിതത്തെ ആകെ ദുരിതത്തിലാക്കി. വരും ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. നഗരമേഖലകളിലേക്കടക്കം മഴ കനത്താൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകും. തോപ്പുംപടിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ VS-നൊപ്പം വിനീത VG 24. ഇനി മഴയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ വളരെ വേഗത്തിൽ നോക്കാം. ചില വാർത്തകൾ ചുരുക്കത്തിൽ. വെള്ളപ്പൊക്ക മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ആലപ്പുഴ അന്ധകാർ നഴി പൊഴിമുറിച്ചു. വേമ്പനാട്ട് കായലിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് നടപടി. 4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിയേക്കും. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കാലാവസ്ഥ മോശമായതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കുണ്ട്. അപകടങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന് നിർദ്ദേശം. കാസർഗോഡ് മംഗൽപാടി ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു. ശക്തമായ കാറ്റിലാണ് മരം മറിഞ്ഞത്. തിരുവനന്തപുരം നെടുമങ്ങാട് പത്താംകല്ലിൽ ഒഴുക്കിൽപ്പെട്ട പോത്തിനെ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. കിള്ളിയാറിലാണ് പോത്ത് ഒഴുക്കിൽപ്പെട്ടത്. പുഴയുടെ തീരത്ത് നിന്നിരുന്ന പോത്ത് കെട്ടഴിഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. തീവ്ര മഴയിലും കാറ്റിലും KSEBക്ക് കനത്ത നാശനഷ്ടം. 48 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് പ്രാഥമിക കണക്ക്. 185 ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒഴികെ സമയബന്ധിതമായി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്ന് KSEB. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബോട്ടിന്റെ ഇന്ധനം തീർന്ന കടലിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. 5 തെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. മറ്റൊരു വെള്ളം മറിഞ്ഞ് അപകടമുണ്ടായെങ്കിലും മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. രാവിലെ 6 മണിയോടെയായിരുന്നു ആദ്യ അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് വരുന്നതിനിടെ 5 തെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ വള്ളം അപകടത്തിൽപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേർ ശക്തമായ തിരമാലയിൽ കടലിലേക്ക് വീണു. മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാം മരിച്ചു. പരിക്കേറ്റ 3 പേരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 മണിയോടെ മറ്റൊരു വള്ളവും തിരയിൽപ്പെട്ട് മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കടലിൽ പോകുന്നതും വരുന്നതും ഭയത്തോടെയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ഭയമുള്ളവരുമുണ്ട്, ഭയമില്ലാത്തവരുമുണ്ട്. ഭയമില്ലാത്തവർ പോകുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് കാറ്റ് വരുമ്പോഴും വെള്ളം അവരിതിനകത്ത് കയറാൻ തന്നെ നോക്ക്. അപ്പോഴായിരുന്നു അവർ തിരയിൽ അകപ്പെടുന്നത്. തിരയിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നപ്പോൾ ഭയം ഇല്ലാത്തവരായിരുന്നാലും ഈ അവരെ ചുഴിയല് കൊണ്ടിട്ട് അവരെ അങ്ങനെയാണ് ഓരോരുത്തർക്ക് അപകടം സംഭവിക്കുന്നത്. ഈ വർഷം ഇത് 2ാമത്തെ വെള്ളം മറിഞ്ഞുള്ള അപകടമരണമാണ് മുതലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പുലിമുട്ടടുക്കിയതുൾപ്പെടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഹരിക്കാത്തതാണ് നിരന്തരമുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. വിദഗ്ധ പഠനങ്ങൾ പലത് നടന്നിട്ടും പരിഹാരം മാത്രം കണ്ടിട്ടില്ല. 24 തിരുവനന്തപുരം. മുതലപ്പുഴയിലെ അപകട പരമ്പരയ്ക്ക് കാരണം അദാനി പോർട്സിന്റെ സഹകരണമില്ലായ്മയെന്ന് റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം.
തുറമുഖ നിർമ്മാണത്തിനിടെ പുലിമുട്ടിനുണ്ടാകുന്ന കേടുപാടുകൾ അദാനി പോർട്ട് സ്വന്തം ചെലവിൽ പരിഹരിക്കണമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഡ്രഡ്ജിങ്ങിനും പുഴയിൽ ചിതറിക്കിടക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യുന്നതിനും കമ്പനി നടപടി സ്വീകരിച്ചില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് തുടർ നടപടികൾക്ക് കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകും. ന്യൂനപക്ഷ കമ്മീഷൻ സ്വയം എടുത്ത കേസിലാണ് മത്സ്യബന്ധന തുറമുഖ വകുപ്പ് സെക്രട്ടറി, ഫിഷറീസ് ഡയറക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, തീരദേശ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ എന്നിവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിനു ശേഷം ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സർക്കാരിന് ശുപാർശകൾ നൽകും. മിസോറാമിൽ ക്വാറിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം 27ആയി. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രദേശത്ത് നിർത്താതെ പെയ്യുന്ന മഴയും മണ്ണിടിച്ചിലുമാണ് തിരച്ചിൽ തടസ്സപ്പെടുന്നതിന് കാരണമെന്ന് അധികൃതർ പറയുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി ഹൈവേകളും റോഡുകളും തകർന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സർക്കാർ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഭരണകൂടം നിർദ്ദേശിച്ചു. അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് മാറി താമസിക്കുവാനും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിസോറാമിലെ ഐസ്വാൾ ജില്ലയിൽ കനത്ത മഴയ്ക്കിടെയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടെ ക്വാറിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ മർദ്ദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വനം വകുപ്പിന്റെ സംരക്ഷണം. നടപടിയെന്ന വ്യാജേന BFO ജാക്സനെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റി. റൂബിനെ ജാക്സൺ മർദ്ദിച്ചു എന്ന പരാതിയിൽ അനങ്ങാതെ പോലീസും ഒത്തുകളിക്കുകയാണ്. ലോക്കപ്പിൽ റൂബിനെ പീഡിപ്പിച്ച CI ആൻഡ്രിക് ഗ്രോമിക്കിനെ വെള്ളപൂശുന്നതാണ് SP-യുടെ റിപ്പോർട്ടും. തന്നെ കയ്യേറ്റം ചെയ്തെന്ന റൂബിൻലാലിന്റെ പരാതിയിൽ നടപടിയെടുക്കാതെ പോലീസ് ഒളിച്ചുകളിക്കുന്നതിനിടയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കാനുള്ള ഉന്നതതല നീക്കം. റൂബിനെതിരായ മർദ്ദന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കാട്ടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെതിരെ വനംവകുപ്പ് നടപടിയെടുത്തു. എന്നാൽ വീടിന് 1.5 കിലോമീറ്റർ അകലെയുള്ള ചായ്പൻകുഴിയിലേക്ക് സ്ഥലം മാറ്റി സംരക്ഷണം നൽകുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ. CCF ആടലരശനാണ് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശിച്ച നടപടി അട്ടിമറിച്ചത്. ഇതോടെയാണ് അന്വേഷണം വനം വിജിലൻസ് മേധാവിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രിയും എത്തിയത്. അതിനിടെ CA സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ് SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ്. വനം ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം റോബിനെ അറസ്റ്റ് ചെയ്യാൻ DYSPക്ക് നിർദ്ദേശം നൽകിയത് SP ആയിരുന്നു. പിന്നീട് DYSP നിർദ്ദേശിച്ചതനുസരിച്ചാണ് CI ആൻഡ്രിക് ഗ്രോമിക് റൂബിനെ അറസ്റ്റ് ചെയ്തതും കേസിലെ മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും. റൂബിന് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമേറ്റുവെന്ന വാർത്ത പുറത്തുവന്നതോടെ ADGP റിപ്പോർട്ട് തേടി. ഇതോടെ SP നവനീത് ശർമ്മ അന്വേഷണ ചുമതല വിശ്വസ്തനായ DYSP അശോകനെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിലും CIക്കെതിരായ നടപടി ലഘൂകരിക്കാൻ നീക്കം നടത്തി. മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും റൂബിനെ ലോക്കപ്പ് മർദ്ദനത്തിനിരയാക്കിയതും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ റിപ്പോർട്ട് സോണ IG K സേതുരാമൻ തള്ളി. റൂറൽ SP നവനീത് ശർമ്മയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി. തൃശൂർ DIG അജിതാ ബീഗമാണ് ഇനി പരാതി അന്വേഷിക്കുക. വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അഴിമതി പുറത്തുകൊണ്ടുവരാൻ കഴിഞ്ഞ മാസം 15 വിവരാവകാശ അപേക്ഷകൾ റൂബിൻലാൽ അതിരപ്പള്ളി DFO ലക്ഷ്മിക്കും മധ്യമേഖലാ CCFന് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത ഭീഷണി റൂബിൻലാൽ നേരിട്ടിരുന്നു. ഇതിനിടെയാണ് നിലവിലെ പ്രശ്നങ്ങളുണ്ടായതും വനമന്ത്രിയുടെ ഉത്തരവ് അവഗണിച്ചും റൂബിൻലാലിനെ കുടുക്കാൻ നീക്കം ആരംഭിച്ചതും. 24 തൃശൂർ. പിണറായി സർക്കാരിന് സ്ഥിരം തലവേദന സൃഷ്ടിച്ച് ആഭ്യന്തര വകുപ്പും പോലീസും. 24 അതിരപ്പള്ളി റിപ്പോർട്ടർക്കെതിരായ പോലീസ് നടപടിയിലെ വിമർശനത്തിന്റെ ചൂടാറും മുമ്പേ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ തെളിവുകളും പുറത്തുവന്നതാണ് സർക്കാരിന് തലവേദനയാകുന്നത്. ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിവെച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത് പോലീസിന്റെ നടപടികളായിരുന്നു. പലപ്പോഴും ഘടകകക്ഷികളുടെ രൂക്ഷ വിമർശനത്തിനും എതിർപ്പിനും ഇതിടയാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സർക്കാരിനെ കുഴപ്പിക്കുന്ന പോലീസ് നടപടികൾക്ക് മാറ്റമില്ല. 24 അതിരപ്പള്ളി റിപ്പോർട്ടറെ അകാരണമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് രൂക്ഷമായ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെ പുറത്തുവന്ന ഗുണ്ടാ പോലീസ് ബന്ധം അമ്പരപ്പുളവാക്കുന്നതായിരുന്നു. ഇടതു സഹയാത്രികരുൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ വിഷയം മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് പ്രതിപക്ഷം. ഗുണ്ടകളുടെ രക്ഷകർത്താക്കളായി CPIM-ഉം സർക്കാരും മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാത്തിൻ്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. പോലീസിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. പോലീസിന് വേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് വിമർശനം. ആഭ്യന്തരം പോലുള്ള വകുപ്പുകൾക്ക് സ്വതന്ത്ര മന്ത്രിയാണ് അഭിലഷണീയം. 100,000 പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന ചുമതല തലയിലേറ്റാനാകില്ല. DYSP ഗുണ്ടാബന്ധവും പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമവും ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം.
വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിവെച്ചു. യോഗം മറ്റൊരു ദിവസം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. MG സാബുവും വിരുന്നൊരുക്കിയ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇരുവരും ചേർന്ന് വാഗമണ്ണിൽ റിസോർട്ട് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഗുണ്ടകൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ സാബു ദുർബലപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായതിനാൽ സാബുവിന്റെയും ഫൈസലിന്റെയും കൂടിക്കാഴ്ചയിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. തമ്മനം ഫൈസലിന്റെ വിരുന്നിൽ MG സാബുവിനൊപ്പം പങ്കെടുത്ത 3 പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. BJP സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിന് തെളിവില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തവണ BJP രാജ്യത്തെ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെക്കുക ബംഗാളിലാണെന്നും മോദി പറഞ്ഞു. കണക്കുകളും വസ്തുതകളും ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി BJPയെ വിമർശിക്കുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും മെഗാ റാലി വാരാണസിയിലുണ്ടായിരുന്നു. മെയ് 1 ഇന്ത്യാ സഖ്യ യോഗത്തിൽ നിന്നും മമതാ ബാനർജി വിട്ടുനിൽക്കുമെന്നാണ് സൂചന. മരണത്തിന്റെ വ്യാപാരി എന്നടക്കം നീണ്ട 24 വർഷങ്ങൾ തുടർച്ചയായി അധിക്ഷേപങ്ങൾ കേട്ടെത്താൻ അവയെ അതിജീവിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിന് തെളിവില്ല. ബംഗാളിൽ ഇത്തവണത്തെ പോരാട്ടം BJPക്ക് അനുകൂലമാണെന്നും മോദി. इस मैनिफेस्टो ने और चौंका दिया और इसलिए मैंने पहला मैनिफेस्टो देखते ही मेरा पहला कमेंट था कि ये मैनिफेस्टो पर मुस्लिम लीग की छवि है. तो 2-3 दिन तो उनको लगा कि इसका जवाब देने की ज़रूरत नहीं है, ये अपने आप ही बात खत्म हो जाएगी. जब उन्होंने कोई जवाब नहीं दिया तो फिर मैं एक एक चीज़ खोलने लगा. जैसे इस देश में वो ये कहें कि हम खेलकूद में भी माइनॉरिटी के लिए कोटा फिक्स करेंगे. ഒഡീഷയിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. കണക്കുകളും വസ്തുതകളും ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി BJPയെ വിമർശിക്കുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്ന PCC അധ്യക്ഷൻ അജയ് റായ്ക്ക് വേണ്ടി വാരണാസിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇന്ന് പരിവർത്തൻ സങ്കൽപ് സഭയിൽ പങ്കെടുക്കും. ജൂൺ 1 ഡൽഹിയിൽ ചേരുന്ന ഇന്ത്യാ സഖ്യ യോഗത്തിൽ നിന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിൽക്കും. എല്ലാ പാർട്ടികളോടും കൂടിയാലോചിക്കാതെ തീയതി നിശ്ചയിച്ചതിൽ മമതയ്ക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനമിരിക്കും. ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടരും. അതിനിടെ പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി യാത്രാ പരിപാടിയുടെ പ്ലാൻ ചോർന്നത് വിവാദമായി. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ കന്യാകുമാരിയിലെത്തുമെന്നാണ് വിവരം. 31 കന്യാകുമാരി പാറയിലേക്ക് പോകുന്ന മോദി അവിടെയാകും ധ്യാനമിരിക്കുക. ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടർന്നേക്കും. അതേസമയം കേരള ചീഫ് സെക്രട്ടറിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയച്ച യാത്രാ വിവരം ചോർന്നു. സീക്രട്ട് മോസ്റ്റ് ഇമ്മീഡിയറ്റ് എന്ന് രേഖപ്പെടുത്തിയ ചാർട്ടാണ് ചോർന്നത്. കേരള ചീഫ് സെക്രട്ടറിക്കും ADGPക്കുമാണ് യാത്രാരേഖയുടെ പകർപ്പ് നൽകിയിരുന്നത്. 24 തിരുവനന്തപുരം. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഈ വർഷത്തെ +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുറത്തുവന്നത് മാർച്ച് 1 മുതൽ 26 വരെ നടന്ന ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകളുടെ ഫലം. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പോർട്ടലുകളിൽ ഫലമറിയാം. പരീക്ഷ എഴുതിയത് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധി തീർന്നു. പ്രശ്നപരിഹാരമായത് സർക്കാരും നഴ്സിംഗ് മാനേജ്മെന്റുകളുമായി നടന്ന ചർച്ചയിൽ. ഇത്തവണയും ഏകജാലകം വഴി പ്രവേശനം നടത്തും. കഴിഞ്ഞ വർഷം നഴ്സിംഗ് കൗൺസിൽ അനുമതി കിട്ടിയ കോളേജുകൾക്ക് ഇത്തവണയും അനുമതി നൽകും. നേതൃത്വ പരിശീലന ക്യാമ്പിൽ സംഘർഷമുണ്ടായത് അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ച് KSU. കമ്മിറ്റിയിലുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ. ജൂൺ 2 മുമ്പ് പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ്. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത് യുവനടിയുടെ പരാതിയിൽ. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് നടിയുടെ മൊഴി.
മൂന്നാറിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് അലംഭാവമെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ചും വിജിലൻസും ഫലപ്രദമല്ല. ഇങ്ങനെയെങ്കിൽ CBIയെ വിളിക്കേണ്ടി വരുമെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. പാലക്കാട് അട്ടപ്പാടി പ്ലാമരത്ത് കാട്ടാനയിറങ്ങി. ഒറ്റയാനാണ് ജനവാസ മേഖലയിൽ എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രി യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതരുടെ നിർദ്ദേശം. കോഴിക്കോട് ഉമ്മത്തൂരിലും പാറക്കടവിലും തെരുവുനായ ആക്രമണം. 8 വയസ്സുകാരി ഉൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. ഇരുവരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തെ മൊബൈൽ ഫോൺ കടയിൽ യുവാക്കളുടെ ഗുണ്ടായിസം. ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വൈകിയതിന് ജീവനക്കാരെ കത്തി വീശി ഭീഷണിപ്പെടുത്തി. പത്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ 2 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. മുഖ്യപ്രതി രാഹുൽ P. ഗോപാലിന്റെ മാതാവ് ഉഷാകുമാരിക്കും സഹോദരി കാർത്തികയ്ക്കുമാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ 2-3 പ്രതികളാണ് ഇവർ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാകണം എന്ന ഉപാധിയോടെയാണ് ജാമ്യം നൽകിയത്. കേസിൽ വിദേശത്തുള്ള 1-ാം പ്രതി രാഹുൽ P. ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് പോലീസ്. തിരുവനന്തപുരം കല്ലറയിൽ പട്ടാപ്പകൽ നടുറോഡിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം. വഴി ചോദിച്ച സ്ത്രീകളുടെ കാറിൽ 2-അംഗ സംഘം അതിക്രമിച്ചു കയറി. 18-കാരിയുടെ ശരീരത്തിൽ കയറി പിടിച്ചെന്നും വീഡിയോ എടുത്തെന്നും പരാതി. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത്. പാങ്ങോട് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കല്ലറയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്ത്രീകൾക്ക് നേരെ അതിക്രമമുണ്ടായത്. വഴി ചോദിച്ച നിലമേൽ സ്വദേശികളുടെ കാറിൽ 2 പേർ അതിക്രമിച്ചു കയറി. ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല. തുടർന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് പരാതി. 2 പേരുണ്ടായിരുന്നു. ഒരു കാക്കി ഉടുപ്പിട്ട ഒരാളും പിന്നെ പിങ്ക് ഷർട്ടിട്ട 2 പേരാണ് ആ വണ്ടിക്കകത്ത് ഇടിച്ചിട്ട് കയറിയത്. അങ്ങനെ ആ കാക്കി ഉടുപ്പിട്ട ആൾ ഇറങ്ങി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് വണ്ടിയുടെ കീ ഊരി അങ്ങ് എടുക്കുകയും അജ്മൽ എന്ന് പറയുന്ന ആളിൻ്റെ മൊബൈൽ പിടിച്ച് മേടിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു. അനുവാദമില്ലാതെ കാറിൻ്റെ ബാക്കിൽ കൂടെ സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്തു. സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്ത പാങ്ങോട് പോലീസ് കല്ലറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാജീവിനെ അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതി ഒളിവിലാണ്. ലൈംഗിക അധിക്ഷേപത്തിനാണ് കേസ്. പട്ടാപ്പകൽ അതിക്രമമുണ്ടായിട്ടും നാട്ടുകാർ അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് യുവതികൾ മൊഴി നൽകി. 24 തിരുവനന്തപുരം. പരാതി പ്രളയത്തിൽ ഒരു ശാസ്ത്രമേള. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ അറിയാക്കഥകളിലേക്ക്. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി സെക്യൂരിറ്റി കരാറെടുത്ത സ്ഥാപന ഉടമകൾ ആത്മഹത്യയുടെ വക്കിൽ. 1.5 മാസത്തെ കരാറിൽ ASR സെക്യൂരിറ്റി ഏജൻസിക്ക് സംഘാടകർ നൽകാനുള്ളത് 57 ലക്ഷം രൂപയാണ്. പ്രതിഫലം കിട്ടാതെ വന്നതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്ന് ഉടമ ശങ്കർലാൽ 24-നോട് പറഞ്ഞു. 24 അന്വേഷണ പരമ്പര തുടരുന്നു. ശാസ്ത്രീയ തട്ടിപ്പ്. 18 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സുഹൃത്തുക്കളായ ശങ്കർലാലും സുകേഷ് കുമാറും ചേർന്ന് തുടങ്ങിയതാണ് ASR സെക്യൂരിറ്റി ഏജൻസി. തുടക്കക്കാർ എന്ന നിലയിൽ കിട്ടിയ മികച്ച അവസരമായിരുന്നു GSFK. 230-ലധികം സെക്യൂരിറ്റി ഗാർഡുകളുമായി രാവും പകലും പണിയെടുത്തു. കരാർ പ്രകാരമുള്ള 62 ലക്ഷം രൂപയിൽ ആകെ കിട്ടിയത് 5 ലക്ഷം. പിന്നെ ഈ 230 ആൾക്കാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. രാവെന്നോ പകലൊന്നും ഇല്ലാതെ പല ദിവസങ്ങളിൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, പൂട്ടേണ്ടി വന്നു. ഇപ്പം ടെമ്പററി ആയിട്ട് സ്ഥലത്താണ് ഇപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇപ്പം മാനസികമായിട്ട് ശരീരമായിട്ട് തളർന്നു. കാര്യം വീട് ജപ്തിയായി. അത് കഴിഞ്ഞിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു. പിന്നെ അങ്ങനെയൊക്കെ മാനസികമായിട്ട് തകർന്നു. അപ്പോൾ ഈ ഫണ്ട് ഇനി എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല. സത്യത്തിൽ മാസങ്ങളായി കിട്ടാനുള്ള പണത്തിനു വേണ്ടി ഓടി മടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെ വീട്ടിൽ ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് കഴിയാത്ത സാഹചര്യമെന്നും ഏജൻസി ഉടമ 24-നോട്. അത്രയും സ്ട്രഗിളിങ്ങിലാണ്. ബുദ്ധിമുട്ട് സത്യം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട് വിട്ടേ പോകണമെന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട്. അപ്പോൾ എന്നാലും മാക്സിമം ആൾക്കാരുടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് പോകുന്നതായിരിക്കും. ഇപ്പം ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല. പിന്നെ നമ്മളെ മനസ്സ് കൈവിട്ട് പോകുന്ന ചില സമയമുണ്ട്. അത് ആർക്കും പറഞ്ഞത് മനസ്സിലാവത്തില്ലത്. അപ്പോൾ ഈ ഫണ്ട് ഇനി ആര് വാങ്ങിത്തരും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. സയൻസ് ഫെസ്റ്റിന്റെ സംഘാടകരോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: സാർ, ഫണ്ടിൻ്റെ കാര്യം എന്തായി സാർ? ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അവിടെ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, മീഡിയ വരുന്നു. സാർ, ദയവ് ചെയ്ത് നമ്മൾ ആത്മഹത്യയിലോട് സാറ് ചെയ്യിക്കരുത്. കാരണം നമുക്കിത് ഫണ്ട് വേണം. കാര്യം ഫണ്ടില്ലാതെ നമുക്ക് രക്ഷയില്ല. കേരളത്തിൽ സംരംഭം തുടങ്ങി 100 കണക്കിന് പേർക്ക് തൊഴിൽ നൽകിയവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ശങ്കർലാലിനെ പോലുള്ളവരെ കേരളം വിടാൻ പ്രേരിപ്പിക്കുന്നത് GSFK സംഘാടനത്തിലെ കെടുകാര്യസ്ഥത ഒന്ന് മാത്രമാണ്. അതിൽ സർക്കാരിനും പങ്കുണ്ട്. MG പ്രതീഷ്,
24 തിരുവനന്തപുരം. SSLC മൂല്യനിർണ്ണയ മാറ്റത്തിൽ വിദ്യാഭ്യാസ കോൺക്ലേവിൽ എതിർപ്പറിയിച്ച ഇടത് സംഘടനകൾ വിജയിക്കാൻ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന രീതി നടപ്പാക്കരുതെന്ന് KST ആവശ്യപ്പെട്ടു. പെട്ടെന്നുള്ള മാറ്റം വിദ്യാർത്ഥികളെ തോൽവിയിലേക്ക് നയിക്കുമെന്നും KSTA വ്യക്തമാക്കി. പുതിയ മാറ്റത്തെ SFIയും എതിർത്തു. മിനിമം മാർക്ക് രീതി വിദ്യാർത്ഥികളിൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് SFIയുടെ വാദം. എന്നാൽ വിദ്യാഭ്യാസ വിദഗ്ധരും മറ്റ് അധ്യാപക സംഘടനകളും മിനിമം മാർക്ക് നടപ്പാക്കണമെന്ന നിർദ്ദേശത്തോട് യോജിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിക്കാൻ ഇത് ഇടയാക്കും. 1-ാം ക്ലാസ് മുതൽ മിനിമം മാർക്ക് വേണം എന്നാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ AKPCTA ആവശ്യപ്പെട്ടത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺക്ലേവിൽ റവന്യൂ മന്ത്രി K രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ബാർ ഉടമകളുടെ പണപ്പിരിവിൽ ദുരൂഹത തുടരുന്നു. പണപ്പിരിവ് കോഴ നൽകാനല്ല എന്നും വസ്തു വാങ്ങാനാണ് എന്നുമാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വിശദീകരിച്ചത്. എന്നാൽ വസ്തു വാങ്ങാൻ 1 ലക്ഷം രൂപ വീതം നേരത്തെ തന്നെ പിരിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന് കിട്ടി. വിവാദ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെ ബാർ ഉടമകളുടെ മൊഴിയെടുത്തു. ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വാദം. 472 ബാർ ഉടമകളിൽ നിന്നായി 4,54,25,000 രൂപ മാർച്ച് 31-ന് മുമ്പ് തന്നെ പിരിച്ചെടുത്തിരുന്നു. പിരിച്ച പണത്തിന്റെ വിശദാംശങ്ങൾ ഏപ്രിൽ 1-ന് ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയായിരുന്നു പിരിവ്. എന്നാൽ ഇതിനുശേഷമാണ് മദ്യനയത്തിൽ ഇളവ് വേണമെങ്കിൽ പണം നൽകണമെന്നും ഇതിനായി ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും ആവശ്യപ്പെട്ട ബാർ ഉടമ നേതാവ് അനുമോൻ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചത്. കെട്ടിടം വാങ്ങാനാണ് പണമെന്ന അനുമോൻ പിന്നീട് തിരുത്തിയെങ്കിലും 1 ലക്ഷം രൂപ എങ്ങനെ ഒറ്റയടിക്ക് 2.5 ലക്ഷമായി എന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ബാക്കി പണം എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് തിടുക്കം കാട്ടിയത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി, അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ് ഇപ്പോൾ. ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും മദ്യനയത്തിൽ സർക്കാരും പാർട്ടിയും ചർച്ച നടത്തിയിട്ടില്ലെന്നും CPIM നേതാവ് AK ബാലൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, തീരുമാനിച്ചിട്ടുമില്ലല്ലോ. റിസോഴ്സ് മൊബിലൈസേഷന്റെ ഭാഗമായി വന്ന ഒരു ചർച്ചയിൽ ഒരു പ്രത്യേക വിഷയം വന്നു. അത് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബാർക്കോഴ വിവാദത്തിൽ പുറത്തുവന്ന ശബ്ദരേഖ അനിമോന്റേത് തന്നെയെന്ന ഇടുക്കിയിലെ ബാർ ഉടമകൾ സ്ഥിരീകരിച്ചു. മദ്യനയത്തിൽ ഇളവ് കിട്ടാൻ പണം നൽകിയെന്ന അനിമോൻ പറയുന്ന അണക്കര സ്പൈസസ് ഗ്രോ ഹോട്ടൽ ഉടമ അരവിന്ദാക്ഷൻ ആരോപണം നിഷേധിച്ചു. വസ്തു വാങ്ങാൻ നേരത്തെ തന്നെ പണം നൽകിയെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. 24 തിരുവനന്തപുരം. പെരിയാറിൽ വീണ്ടും മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. സംഭവം ചൂർണിക്കര ഇടമുള പാലത്തിന് സമീപം. വെള്ളത്തിന് നിറമാറ്റവും രൂക്ഷഗന്ധവുമെന്ന് നാട്ടുകാർ. ദൃശ്യങ്ങൾ 24-ന്. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിൽ യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റെന്ന് സംശയം. ആയുർവേദ ഡോക്ടർ ആശുപത്രിയിൽ ചികിത്സ തേടി. ബർത്തിൽ പാമ്പിനെ കണ്ടുവെന്ന് യാത്രക്കാർ. പാമ്പുകടിയെന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്ന് RPF. എലി കടിച്ചതാകാനാണ് സാധ്യതയെന്നും വിശദീകരണം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ 2 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. മുഖ്യപ്രതി രാഹുൽ P. ഗോപാലിന്റെ മാതാവ് ഉഷാകുമാരിക്കും സഹോദരി കാർത്തികയ്ക്കും ജാമ്യം അനുവദിച്ചത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി. മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി ജയിലിലടച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി യുവാവ്. ഹൈക്കോടതിയെ സമീപിക്കാൻ ആലുങ്ങൽ അബൂബക്കർ. നഷ്ടപരിഹാരവും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയും വേണം എന്നാണ് ആവശ്യം. പോലീസിന്റെ വീഴ്ച മൂലം ആലുങ്ങൽ അബൂബക്കർ ജയിലിൽ കഴിഞ്ഞത് 4 ദിവസം. റഫേലിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ വീണ്ടും ഇസ്രയേലിന്റെ വ്യോമാക്രമണം. 45 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ അപലപിച്ച് UN. നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവം ഹൃദയഭേദകമെന്ന് വൈറ്റ് ഹൗസ്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കൂടി. പവന് 160 രൂപ ഉയർന്ന് 53,480 രൂപയായി. ഗ്രാമിന് 6,685 രൂപ. ഇന്നു മാത്രം കൂടിയത് 20 രൂപ. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സർക്കാർ സ്കൂളുകളൊക്കെ ഹൈടെക് ആയെങ്കിലും ശുചിത്വത്തിന്റെ കാര്യത്തിൽ പല സ്കൂളുകളും അത്ര ഹൈടെക് അല്ല. സ്കൂളുകളിലെ ശൗചാലയങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ വൃത്തിഹീനമാണ് പലയിടത്തും. ഈ ടോയ്ലറ്റുകളും ശോചനീയാവസ്ഥയിലാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. സ്കൂൾ തുറന്നാൽ പിന്നെ നമ്മുടെ കുട്ടികൾ ഏറിയ സമയവും ചിലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. ശുചിത്വവും ചിട്ടയായ ജീവിതശൈലിയും പാഠ്യപദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ശുചിത്വ ബോധത്തോടൊപ്പം മാതൃകയാക്കാൻ പറ്റുന്നതാണോ നമ്മുടെ വിദ്യാലയങ്ങളിലെ ശൗചാലയങ്ങൾ?
വൃത്തിയുള്ളതും സുരക്ഷിതത്വമുള്ളതുമാണോ കുട്ടികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ശൗചാലയങ്ങൾ? 24 പരിശോധിക്കുന്നു. മലപ്പുറം ജില്ലയിലെ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് UP സ്കൂളിലെ ശുചിമുറിയാണിത്. ചെളിയും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. പൈപ്പുകൾ ഉൾപ്പെടെ പലതും പൊട്ടിയ നിലയിലാണ്. എന്തുകൊണ്ട് സ്കൂൾ ശുചിമുറികൾ ഇങ്ങനെ കിടക്കുന്നു? കാരണത്തിലേക്ക് വരാം. സർക്കാർ LP UP സ്കൂളുകളിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയാണുള്ളത്. ഹൈസ്കൂളുകളിൽ മുഴുവൻ സമയമുണ്ടെങ്കിലും പലയിടത്തും ശുചീകരണം കാര്യക്ഷമമല്ല. എയ്ഡഡ് സ്കൂളുകളിൽ ശുചീകരണ തൊഴിലാളി തസ്തികയുമില്ല. സ്കൂളുകളിൽ ബാത്റൂമുകൾ പിന്നെ അതേപോലെ പരിസരത്ത് വൃത്തികേടായി കിടക്കുന്നതൊക്കെ കാരണം നമുക്ക് വേണ്ടത്ര സ്റ്റാഫുകളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ പ്രൈമറി സ്കൂളുകളിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയും ഗവൺമെൻറ് ഹൈസ്കൂളുകളിലൊക്കെ ഫുൾ ടൈമാണ് ഉള്ളത്. KPSTയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഈ സ്വീപ്പർമാരെ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ അതിന് വേണ്ട നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശുചിത്വം ഉറപ്പാക്കാൻ ആധുനിക സംവിധാനങ്ങളോടെ സ്ഥാപിച്ചതാണ് ഈ ടോയ്ലറ്റുകൾ. എന്നാൽ ഈ ടോയ്ലറ്റുകളും ഉപയോഗശൂന്യം. പലതും അടഞ്ഞുകിടക്കുന്നു. ഇവയുടെ വാതിലുകൾ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിക്കുന്നു. നാളെ കേരളത്തെ നമ്പർ 1 ആക്കേണ്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ശൗചാലയങ്ങൾ വൃത്തിഹീനമാണ്. എന്തുകൊണ്ടാണ് വിദ്യാലയങ്ങളിലെ ശുചിത്വത്തോട് മാത്രം ഇത്ര വിമുഖത? ഹൈടെക് സ്കൂളെന്നും 100% സാക്ഷരതയെന്നും പറയുന്ന സർക്കാർ ഈ ദുരവസ്ഥ ഒന്ന് നേരിൽ കാണണം. സമീർ ബിൻ കരീം, 24, തിരൂർ. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.